നിശബ്ദനായി ഇലകൾക്കിടയിൽ പതുങ്ങിയിരുന്ന് മരണത്തിന്റെ ചങ്ങലക്കണ്ണികൾ തീർക്കുന്ന ഭീകരനാണ് അണലി. കേരളത്തിലെ പാമ്പുകളിൽ വെച്ച് ഏറ്റവും അപകടകാരി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ശരീരത്തിലെ രക്തകോശങ്ങളെ തകർത്തെറിയുന്ന അണലി വിഷം നമ്മുടെ ജീവൻ എടുക്കാൻ. പത്തി വിടർത്തുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യാതെ അപ്രതീക്ഷിതമായി ആഞ്ഞുകൊത്തുന്ന ഈ നിശബ്ദ കൊലയാളിയുടെ ഭീകരത നാം തിരിച്ചറിയേണ്ടത് തന്നെയാണ്. തീർന്നിട്ടില്ല, ഇനിയും 3 പേർ കൂടിയുണ്ട്. അവരെ നമ്മൾ കരുതിയിരിക്കണം, നമ്മുടെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള ആ 4 പാമ്പുകളെ. സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാമ്പ് കടിയേറ്റുള്ള ദാരുണമായ സംഭവങ്ങൾ വലിയ ഭീതിയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്ത് ആയിരക്കണക്കിന് പാമ്പുകൾ ഉണ്ട് എങ്കിലും കേരളത്തിൽ മനുഷ്യവാസമില്ലാത്ത കാടുകളിൽ ഒഴികെ കാണപ്പെടുന്ന 100ഓളം വർഗ്ഗങ്ങളിൽ ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ്. എന്നാൽ ബിഗ് 4 എന്നറിയപ്പെടുന്ന 4 പാമ്പുകളെയാണ് നമ്മൾ പ്രധാനമായും ഭയപ്പെടേണ്ടത്. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഭൂരിഭാഗം മരണങ്ങൾക്കും കാരണമാകുന്നത് ഈ 4 പാമ്പുകൾ തന്നെയാണ്. ചുരുട്ടമണ്ഡലി അണലി വർഗത്തിൽപ്പെട്ടതും എന്നാൽ വലിപ്പം കുറഞ്ഞതുമായ പാമ്പാണിത്. വലിപ്പം കുറവാണെങ്കിലും ഇവ അതീവ അപകടകാരിയാണ്. കല്ലുകൾക്കിടയിലും ഉണങ്ങിയ മണ്ണിലുമൊക്കെ ഇവയെ കാണാവുന്നതാണ്. കടിക്കാൻ വരുമ്പോൾ ശരീരം തമ്മിൽ ഉരസി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നത് ഇവയുടെ പ്രത്യേകതയാണ്. വലിപ്പം കണ്ട് ഇവയെ നിസ്സാരമായിട്ട് കാണരുത്. ചുരുട്ടമണ്ഡലി വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇവയുടെ വിഷം അതീവ മാരകമാണ്. കടിയേറ്റാൽ ശരീരത്തിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ചുരുട്ടമണ്ഡലിയുടെ വിഷം പ്രധാനമായും രക്തചംക്രമണ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഇത് രക്തം കട്ട പിടിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കി കളയുന്നു. ഇതിന്റെ ഫലമായി മുറിവിൽ നിന്നും നിർത്താതെ രക്തം വരികയും വായ, മൂക്ക്, മലദ്വാരം എന്നിവയിലൂടെ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. ശരീരത്തിനുള്ളിലെ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. ഇത് പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവുമാണ്. വിഷം രക്തത്തിൽ കലരുന്നതോടെ വൃക്കകളുടെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കും. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിട്ടില്ല എങ്കിൽ വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകാനുള്ള സാധ്യതയുമുണ്ട്. പാമ്പ് കടിയേറ്റ ഭാഗത്ത് കഠിനമായ വേദനയും നീരും അനുഭവപ്പെടും. വിഷം കോശങ്ങളെ നശിപ്പിക്കുന്നത് കാരണം ആ ഭാഗത്തെ മാംസം അഴുകിപ്പോകാനും ഇടയാകും. ചുരുട്ടമണ്ഡലിയുടെ വിഷം ശരീരത്തിൽ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതിനാൽ കടിയേറ്റാൽ ഒട്ടും വൈകാതെ ആന്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വലിപ്പം കുറവായതിനാൽ പലരും ഇതിന്റെ കടിയെ വളരെ ഗൗരവമായിട്ട് എടുക്കാറില്ല. അതാണ് പലപ്പോഴും അപകടങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും. 3 വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ. ഏറ്റവും മാരകമായ വിഷമുള്ള പാമ്പാണിത്. കറുത്ത ശരീരത്തിൽ വെള്ള വരകളുള്ള ഈ പാമ്പ് രാത്രിയിലാണ് സജീവമാകുന്നത്. ഉറക്കത്തിൽ കടിക്കാൻ സാധ്യതയുള്ളതിനാൽ പലപ്പോഴും ആളുകൾ കടിയേറ്റ വിവരം അറിയാറ് പോലുമില്ല. വളരെ നേർത്ത പല്ലുകളായതിനാൽ വേദന പോലും അനുഭവപ്പെടാറില്ല എന്നതാണ് ഇതിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യം. ഉറക്കത്തിൽ ശ്വാസം മുട്ടലോ തളർച്ചയോ അനുഭവപ്പെട്ടാൽ അതൊരു പക്ഷേ ശംഖുവരയന്റെ കടിയേറ്റതാകാനുള്ള സാധ്യതയുണ്ട്. നിശബ്ദ കൊലയാളി അല്ലെങ്കിൽ സൈലന്റ് കില്ലർ എന്നാണ് ഇവ അറിയപ്പെടുന്നത് പോലും. ശംഖുവരയനെ ഏറ്റവും അപകടകാരിയാക്കുന്നത് അതിന്റെ സ്വഭാവം തന്നെയാണ്. രാത്രികാലങ്ങളിൽ മാത്രം സജീവമാകുന്ന ഇവ പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെയാണ് ആക്രമിക്കുന്നത്. ഇവയുടെ വിഷം നേരിട്ട് നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. കടിയേറ്റാൽ മസ്തിഷ്കത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ പേശികളിലേക്ക് എത്താതാവുകയും ശരീരം തളരുകയും ചെയ്യും. ശ്വസന പേശികളെ ഇത് ബാധിക്കുന്നതോടെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഉറക്കത്തിൽ കടിയേറ്റ ഒരാൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഠിനമായ വയറുവേദന, സന്ധിവേദന, കാഴ്ചമങ്ങൽ, കൺപോളകൾ തൂങ്ങുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയുണ്ടായേക്കാം. പലപ്പോഴും സാധാരണമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിക്കാറുണ്ട്. കേരളത്തിൽ സുപരിചിതമായ പാമ്പാണ് മൂർഖൻ പാമ്പ്. പേടിപ്പിക്കാനായി പത്തി വിടർത്തുന്ന ഇവയുടെ വിഷം നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. വീടിന്റെ പരിസരങ്ങളിലും വിറകുപുരകളിലുമൊക്കെ ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. എലിയെ പിടിക്കാനാണ് ഇവ പ്രധാനമായും മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. മൂർഖനെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി അതിന്റെ പത്തി തന്നെയാണ്. ശത്രുക്കളെ ഭയപ്പെടുത്താനായി പത്തി വിടർത്തുന്ന ഇവയുടെ പത്തിക്ക് പിന്നിലായി കണ്ണടയുടെ ആകൃതിയിലുള്ള ഒരു അടയാളം കാണാം. അതുകൊണ്ടാണ് ഇവയെ സ്പെക്ടാക്കിൾസ് കോബ്ര എന്ന് വിളിക്കുന്നത്. മൂർഖന്റെ വിഷം പ്രധാനമായും ബാധിക്കുന്നത് മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയാണ്. കടിയേറ്റാൽ പേശികൾ തളരുകയും കാഴ്ച മങ്ങുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്യും. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിട്ടില്ല എങ്കിൽ ശ്വസന പേശികളുടെ ചലനം നിലച്ച് മരണം വരെ സംഭവിക്കാം. മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് മൂർഖൻ പ്രകോപിപ്പിക്കപ്പെട്ടാൽ വേഗത്തിൽ പ്രതികരിക്കുന്ന പാമ്പാണ്. മാളങ്ങളിലും വിറകുപുരകളിലും വീടിന്റെ പരിസരങ്ങളിലും ഇവയെ കാണാറുണ്ട്. മൂർഖന്റെ കടിയേറ്റാൽ മുറിവേറ്റ ഭാഗത്ത് കഠിനമായ വേദനയും നീരുമാണ് അനുഭവപ്പെടാറുള്ളത്. 4 ഏറ്റവും വിഷമുള്ള പാമ്പാണ് അണലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന പാമ്പ് കൂടിയാണ് അണലി. തവിട്ട് നിറത്തിലുള്ള ശരീരവും അതിൽ ചങ്ങല കണ്ണികൾ പോലെയുള്ള അടയാളങ്ങളുമാണ് ഇവയുടെ പ്രത്യേകത.
ഇലകൾക്കിടയിലും പുല്ലുകൾക്കിടയിലും അനങ്ങാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിക്കാറില്ല. രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷമാണ് ഇവയുടേതും. കടിക്കുമ്പോൾ കൂടുതൽ അളവിൽ വിഷം ശരീരത്തിൽ കയറാൻ സാധ്യതയുള്ളതിനാൽ അണലിയെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അണലിയുടെ തവിട്ട് നിറത്തിലുള്ള ശരീരത്തിൽ ചങ്ങല കണ്ണികൾ കോർത്തതുപോലെയുള്ള അടയാളങ്ങൾ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ ഇലകൾക്കിടയിലും പുല്ലുകൾക്കിടയിലും കിടക്കുന്ന അണലിയെ തിരിച്ചറിയുക എന്നത് അസാധ്യമാണ്. അറിയാതെ കാല് വെക്കുമ്പോഴാണ് ഇവ ആഞ്ഞു കൊത്തുന്നത്. കേരളത്തിലെ പാമ്പുകളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ആഞ്ഞു കൊത്താൻ കഴിവുള്ള പാമ്പ് കൂടിയാണ് അണലി. പ്രകോപിപ്പിക്കപ്പെട്ടാൽ ഒരു സ്പ്രിങ് പോലെ തെറിച്ചു വന്ന് ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കും. കൊത്തുമ്പോൾ വലിയ അളവിൽ വിഷം ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ ഇവയുടെ നീളമുള്ള പല്ലുകൾ സഹായിക്കുകയും ചെയ്യും. ഇവയുടെ വിഷം നേരിട്ട് ബാധിക്കുന്നത് മനുഷ്യന്റെ രക്തത്തെ തന്നെയാണ്. കടിയേറ്റാൽ രക്തം കട്ട പിടിക്കാനുള്ള ശേഷി പൂർണ്ണമായും നഷ്ടമാകും. മുറിവിൽ നിന്ന് നിർത്താതെ രക്തം വരികയും കടിയേറ്റ ഭാഗത്തെ കോശങ്ങൾ ചീഞ്ഞഴുകി പോകാൻ തുടങ്ങുകയും ചെയ്യും. ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെയും ബാധിക്കാം. അണലിക്ക് പത്തി ഉടർത്താൻ കഴിയില്ല. പകരം ശത്രുക്കൾ അടുത്തു വരുമ്പോൾ പ്രഷർ കുക്കറിൽ നിന്നുള്ള വിസിൽ പോലെ ഉച്ചത്തിൽ ചീറ്റാറുണ്ടിവ. ഇത് അവയുടെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അണലിയുടെ കടിയേറ്റാൽ മുറിവിന് മുകളിൽ വരിഞ്ഞു മുറുക്കി കെട്ടുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. കടിയേറ്റ ഭാഗത്തെ മാംസം വേഗത്തിൽ നശിക്കാൻ ഇത് കാരണമാകും. അതിനാൽ ഒട്ടും വൈകാതെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചുറ്റുമുള്ള ബിഗ് 4 പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടതും ഈ നിശബ്ദ കൊലയാളിയുടെ കാര്യത്തിൽ തന്നെയാണ്. കേരളത്തിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാമ്പ് രാജവമ്പാല അല്ലെങ്കിൽ കിങ് കോബ്ര എന്നറിയപ്പെടുന്ന ഈ ഭീകരനാണ്. പക്ഷേ ഇവ സാധാരണയായി കാണപ്പെടുന്നത് വനമേഖലയിലാണ്. അതുകൊണ്ട് വനമേഖലയുടെ അടുത്ത് ഉള്ള ആളുകളാണ് ഇവയെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന ഈ 4 പാമ്പുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാമ്പ് കടിയേറ്റാൽ മന്ത്രവാദത്തിനോ പച്ചമരുന്നുകൾക്കോ പിന്നാലെ പോകാതെ എത്രയും വേഗം ആന്റിവനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം. വീടിന് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്നതും മാളങ്ങൾ അടയ്ക്കുന്നതും രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം കരുതുന്നതും ഒരു പരിധിവരെ അപകടം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. പാമ്പുകളെ ഉപദ്രവിക്കാതിരിക്കുകയും അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യനും പാമ്പുകൾക്കും ഒരുപോലെ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു കാര്യം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് എലികൾ വർദ്ധിക്കാനും അതുവഴി പാമ്പുകൾ എത്താനുമുള്ള കാരണമാകുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ ജീവിക്കേണ്ടതുണ്ട്. പാമ്പുകളെ നമ്മൾ ഭയപ്പെടേണ്ടതല്ല, പക്ഷെ ജാഗ്രത അത് കൈവിടരുത്.